വയസ്സുകാരിയെ പീഡിപ്പിച്ച ക്ഷേത്ര പൂജാരി അറസ്റ്റിൽ. 2 തവണയാണ് ഇയാൾ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയത്. ഓഗസ്റ്റ് 26-ന് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഇയാൾ 7 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയതായി പരാതി ഉയർന്നിരുന്നു. സംഭവം നാട്ടുകാരിൽ വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തിരുന്നു. തിങ്കളാഴ്ച ക്ഷേത്രത്തിനു സമീപം ഇരുന്ന് കളിക്കുകയായിരുന്ന പെൺകുട്ടിയെ ഇയാൾ പ്രസാദം നൽകി വശീകരിച്ച ശേഷമാണ് വീണ്ടും പീഡനത്തിനിരയാക്കുന്നത്. ഉത്തർപ്രദേശിലെ ഹാംപൂരിൽ ഒരു ഗ്രാമത്തിലാണ് ഈ സംഭവം നടന്നത്. പീഡന വിവരം കുട്ടി വീട്ടുകാരോട് പറഞ്ഞതോടെ ഇവരും നാട്ടുകാരും ചേർന്ന് ഇയാളെ മർദ്ദിക്കുകയായിരുന്നു. സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. നാട്ടുകാർ ഇയാളെ ചോദ്യം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. ഇയാൾ നാട്ടുകാരോട് മാപ്പ് പറയുന്നതും വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്. സംഭവത്തിൽ മാതാപിതാക്കളുടെ പരാതിയിൽ പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുത്ത പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതി കുറ്റം സമ്മതിക്കുകയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. സമാനമായി ജൂലൈയിൽ മഹാരാഷ്ട്രയിലെ തന്നെ 30-കാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ ക്ഷേത്രപൂജാരി തന്നെയാണ് കേസിൽ പ്രതിയായിട്ടുള്ളത്. ക്ഷേത്രപൂജാരി ഉൾപ്പെടെ 3 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ക്ഷേത്രത്തിലെത്തിയ യുവതിക്ക് ചായയിൽ ലഹരി മരുന്ന് കലർത്തി നൽകിയായിരുന്നു കൂട്ടബലാത്സംഗം. നവി മുംബൈയിലെ ബേലാപൂരിൽ നിന്ന് കാണാതായ 30-കാരിയെയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവിനോടും ഭർത്തൃമാതാവിനോടും പിണങ്ങി ഒറ്റയ്ക്ക് മലമുകളിലെ ക്ഷേത്രത്തിലെത്തിയ യുവതിയുമായി പ്രതികൾ സൗഹൃദം സ്ഥാപിച്ചു. പിന്നീട് ചായയിൽ ബാങ്ക് കലക്കി നൽകി ബോധരഹിതയാക്കി ശേഷം ക്ഷേത്രത്തിലെ സ്റ്റോർ റൂമിലെത്തിച്ചായിരുന്നു പീഡനം നടത്തിയത്. അതിക്രൂര പീഡനത്തിന് ശേഷം ബോധം തിരിച്ചു കിട്ടിയ പെൺകുട്ടി കരഞ്ഞ് ബഹളം വെച്ചു. ഇതോടെ തലക്കടിച്ചു കൊല്ലുകയായിരുന്നു പ്രതികൾ ചെയ്തത്. ഒരു ദിവസം മൃതദേഹം സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചു. ശേഷം മൃതദേഹം മലമുകളിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. സംഭവത്തിൽ കല്യാൺ ഷിൽഫാത്തയിലെ ഗോൾ ഗണപതി ക്ഷേത്രത്തിലെ സഹപൂജാരിയായ സന്തോഷ് കുമാർ രമ്യജ്ഞ മിശ്ര, സുഹൃത്ത് രാജ്കുമാർ രാംഫർ പാണ്ഡെ, ശ്യാം സുന്ദർ, പ്യാർചന്ദ് ശർമ്മ ഉൾപ്പെടെ 3 പേരാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്.